പിന്നെ നമ്മുടെ ടി വി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ആൾ വന്നിട്ടുണ്ടായിരുന്നേ. അവർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നേരത്തെ ഇട്ട വീഡിയോയിൽ ടി വിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസോ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. നമ്മുടെ ടി വി TCLന്റെ 55 ഇഞ്ചിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പ്രീമിയം മോഡൽ ടി വി ആണേ. ഇതിൽ സാധാ TCLന്റെ 55 ഇഞ്ച് ടി വിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ക്ലാരിറ്റി വൈസ് ആണെങ്കിലും സൗണ്ട് വൈസ് ആണെങ്കിലും എക്സ്ട്രാ ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്തിരി റേറ്റും കൂടെ കൂടുതലായിട്ടുള്ളത്. സാധാ TCLന്റെ ടി വിക്ക് 90,000 സംതിങ് എന്തോ ആണ് വരുന്നത്. പക്ഷേ ഇതിന് എക്സ്ട്രാ 20,000 കൂടെ ആവുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പക്കാ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ TV ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാം. വാട്സപ്പും ഫേസ്ബുക്കും ഒഴിച്ച് ബാക്കി എല്ലാ ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമേ. ഒരു 4K TV ആയതുകൊണ്ട് തന്നെ ഒരു മിനി തിയേറ്റർ എഫക്റ്റ് തന്നെ ഈ ടി വിയിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ ഇരുന്ന് കാണുമ്പം പക്ക നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ടിവിയുടെ ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത് 32 GB ആണ്. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കാണണമെങ്കിൽ അങ്ങനെയും കാണാം, അല്ലെങ്കിൽ പെൻഡ്രൈവ് ഉപയോഗിച്ച് കാണണമെങ്കിൽ അങ്ങനെയും കാണാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണാം. പക്ഷേ ടി വി വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞ് ഡൗൺലോഡ് ചെയ്തിട്ട് കാണേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. കാരണം 32 GB അല്ലേ ഉള്ളൂ. നമ്മൾ കുറേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റോറേജ് അങ്ങനെ തന്നെ പോകും. ഇപ്പം തന്നെ ഇതിനകത്ത് യൂട്യൂബും കാര്യങ്ങളൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അല്ലാതെ നമ്മൾ മോഡം സെറ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി ആപ്പും കാര്യങ്ങളും ഒക്കെ എടുത്തിടാൻ പറ്റുന്നത്. ഗൂഗിൾ അക്കൗണ്ടൊക്കെ തുടങ്ങിയിടാനൊക്കെ ഇതിനകത്തൂടെ പറ്റും. ഈ പെട്ടി അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ഇതിനകത്ത് യൂസർ മാനുവലും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് നോക്കി നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പറ്റും കേട്ടോ. യൂസർ മാനുവലിൽ തന്നെ അത്യാവശ്യം നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതും വൈഫൈയുടെ കാര്യങ്ങളും ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമൊക്കെ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഇതിൻ്റെ റേറ്റ് പറയാനായിട്ട് വിട്ടുപോയതാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1,10,000 രൂപയാണ്. പക്ഷെ മൈജിയിൽ അന്ന് ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് ഡിസ്കൗണ്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. നമുക്കിത് 55,000 സംതിങ് ആയിട്ടുണ്ട് എല്ലാം കൂട്ടിയിട്ടാണ്. പ്രൈസ് വന്നിട്ട് 52,000 ആയിരുന്നു. പക്ഷെ നമുക്ക് സർവീസും അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് 2 ഇയർ വാറണ്ടിയാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ 1 ഇയറിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ 1,000 രൂപ എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 55,000 അടുപ്പിച്ചായി. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് ആയതുകൊണ്ട് തുടക്കത്തിൽ ഞങ്ങൾക്ക് 4 മന്തിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ടി വന്നു. അത് 19,000 അടുപ്പിച്ച് അടച്ചു. ബാക്കി 8 മാസം കൊണ്ട് അടച്ചു തീർക്കാം. നോ കോസ്റ്റ് ആയിരുന്നു. നമുക്ക് എക്സ്ട്രാ ചാർജോ കാര്യമോ അങ്ങനെയൊന്നും വരുന്നില്ല. HDFC ബാങ്ക് വഴിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടി വിക്ക് പിന്നെ ഐ പ്രൊട്ടക്ഷനും കാര്യം ഉള്ളത് കൊണ്ട് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ടി വിയുടെ പിക്ചർ ക്വാളിറ്റി വരുന്നത്.